ദിലീപിൻ്റെ കേസിൻ്റെ വിധി ഡിസംബർ 8 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രസ്താവിക്കും എന്നാണ് വാർത്ത വരുന്നത്. ഡിസംബർ 8 എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ദിലീപിൻ്റെ കേസ് കേരളത്തിൽ, ഇന്ത്യയിൽ മുഴുവൻ വളരെയധികം ചർച്ച ചെയ്തൊരു കേസാണ്. 2017 ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു നടിയെ പീഡിപ്പിക്കാനായിട്ട് കൊട്ടേഷൻ കൊടുത്ത ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു സംഭവം തന്നെയാണ്. നേരിട്ടാണ് പലരും പീഡിപ്പിക്കുന്നതെങ്കിലും ഒരു നടിയെ പീഡിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തൊരു സംഭവമാണിത്. അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തു എറണാകുളത്ത്. അത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. പിന്നീട് ക്രൈംബ്രാഞ്ച് DYSP ബിജു പൗലോസ് ആണ് അന്വേഷിച്ചത്. അന്വേഷണം ഏകദേശം പൂർത്തിയാക്കി, പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി കുറ്റച്ചാർജ് കൊടുക്കുന്ന സന്ദർഭത്തിൽ പുതിയ എവിഡൻസുകൾ ഈ കേസിനായിട്ട് വെളിച്ചം വീശി. ബാലേന്ദ്ര മേനോൻ എന്നൊരു സംവിധായകൻ, പ്രൊഡ്യൂസർ, ദിലീപിൻ്റെ ഏറ്റവും അടുത്ത ആൾ വെളിപ്പെടുത്തി താനെ ദിലീപിൻ്റെ വീട്ടിൽ പോയപ്പം, ഈ സംഭവത്തിന് ശേഷം പോയപ്പം അവിടുത്തെ ദിലീപിൻ്റെ വീട്ടിലെ TV-യിൽ അദ്ദേഹം ഈ പീഡനം കണ്ടു. ആ ദൃശ്യം ദിലീപിൻ്റെ കയ്യിലുണ്ട്. അത് വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു. ബാലേന്ദ്ര മേനോനെ സാക്ഷിയാക്കി ക്രൈംബ്രാഞ്ച്. ബാലേന്ദ്ര മേനോൻ്റെ കേസ് സാക്ഷി വന്നതോടുകൂടി കേസിൻ്റെ ട്രയൽ കോടതി നിർത്തിവെക്കാൻ റിക്വസ്റ്റ് കൊടുത്തു. ആ കേസിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ബാലേന്ദ്രകുമാറിനെ അതിനകത്ത് സാക്ഷിയാക്കി. അദ്ദേഹം കണ്ട കാര്യങ്ങൾ പറഞ്ഞു. ആ ദൃശ്യം കണ്ടത് പിന്നീട് അവിടെ എറണാകുളത്തെ ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് അത് കണ്ടെടുക്കാൻ പോലീസ് ശ്രമിച്ചു. അത് സ്റ്റോർ ചെയ്യുന്ന 3-4 മൊബൈൽ ഫോണ് ബോംബെ കൊണ്ടുപോയി അതിൻ്റെ കണ്ടൻസ് മാറ്റിയതൊക്കെ നമുക്കറിയാം. മാറ്റിയത് പോലീസിന് അത് റിട്രീവ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, ഇൻവെസ്റ്റിഗേഷനിലെ ചലഞ്ചുകൾ ഈ കേസിനകത്ത് വന്നു. ഏതായാലും ബാലേന്ദ്രകുമാറിനെ കൂടെ ചേർത്തിട്ട് കുറ്റച്ചാർജ് അഡീഷണലായിട്ട് കൊടുത്തു. 100 കണക്കിന് സാക്ഷികൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. എങ്കിലും 261 സാക്ഷികളെ വിസ്തരിച്ചു. അപ്പോൾ അതിന് 1700ഓളം രേഖകൾ കോടതിയിലുണ്ടായി. 28ഓളം സാക്ഷികൾ കൂറുമാറി. നമ്മൾ പ്രതീക്ഷിച്ച പല ആൾക്കാരും സത്യം കോടതി പറയുമെന്ന് വിചാരിച്ചിരുന്ന പലരും കൂറുമാറുന്നതും നമ്മൾ കണ്ടു. ഈ കേസിൻ്റെ അന്വേഷണം നടത്തി പൂർത്തിയാക്കിയത് DYSP ബിജു പൗലോസാണ്. ആ കേസിൻ്റെ SP-മാരായിട്ട് സോജനും സുദർശൻ SP-യും KV മോഹൻകുമാർ SP-യും ഒക്കെ അതിൻ്റെ മേൽ സൂപ്പർവിഷൻ നിർവഹിച്ചു. അവരെല്ലാം നല്ല ഇൻവെസ്റ്റിഗേറ്ററാണെന്ന് പേരെടുത്തിട്ടുള്ളവരാണ് ആ SP-മാരെല്ലാവരും. അവർ ഇതിൻ്റെ സൂപ്പർവിഷൻ നടത്തി. ബിജു പൗലോസിനൊപ്പം ആ SP-മാരും ഉണ്ടായിരുന്നു. വളരെ വിദഗ്ധമായിട്ട് കേസന്വേഷണം പൂർത്തിയാക്കി. അതിനകത്ത് ഡിജിറ്റൽ എവിഡൻസ് ധാരാളം കൊണ്ടുവരികയും ചെയ്തു. എന്തായാലും ഈ കേസിലെ പ്രതിയായി പൾസർ ഉൾപ്പെടെ പലരെ അറസ്റ്റ് ചെയ്തെങ്കിലും 2017 ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്തു. അത് റിമാൻഡിൽ കിടന്നു. പിന്നീട് ജാമ്യത്തിൽ പോയി. ഈ സംഭവം കേരളത്തിൽ മാത്രം സിനിമാ ലോകത്തും ഇന്ത്യയിലെ എല്ലാ സിനിമാ രംഗത്തും വളരെ ചലനം സൃഷ്ടിച്ച ഒരു കേസാണ്. ദിലീപ് നമുക്കറിയാം, നല്ല അഭിനയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ധാരാളം സിനിമകൾ മലയാളികൾ കണ്ട് ഇന്നും ആസ്വദിക്കുന്നതാണ്. പക്ഷെ ഒരു നടിയെ തകർക്കാൻ വേണ്ടി, അവരെ പീഡിപ്പിക്കാൻ വേണ്ടി ഒരു കൊട്ടേഷൻ കൊടുക്കുകയും ആ ദൃശ്യം തന്നിലേക്ക് വരികയും ചെയ്തെന്നുള്ളതാണ് ഈ കേസിൻ്റെ നട്ഷൽ. അത് എറണാകുളത്ത് 2017 അവിടെ ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഒരു താരനിശ നടന്ന സമയത്തുണ്ടായ ചില
പ്രശ്നങ്ങളിലാണ് നടിയോട് വൈരാഗ്യം തോന്നാൻ ദിലീപിന് കാരണം എന്നാണ് പോലീസിൻ്റെ കുറ്റച്ചാർജിൽ പറയുന്നത്. ആ ഹോട്ടലിൽ വെച്ച് ചില സംഭാഷണങ്ങൾ, ചില ചർച്ചകൾ ഉണ്ടായി. അതാണ് ആ നടിയോടുള്ള വൈരാഗ്യത്തിന് കാരണം. ആ നടിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു കൊട്ടേഷൻ പീഡനത്തിൻ്റെ കൊടുത്ത് ആ പീഡിപ്പിക്കുന്ന ദൃശ്യം തൻ്റെ ഓഫീസിൽ അല്ലെ തൻ്റെ വീട്ടിൽ അല്ലെ തൻ്റെ കയ്യിലെത്തണം. അതിന് ഒരു കൊട്ടേഷൻ കൊടുത്തത് സിനിമാ ലോകത്ത് പല നടന്മാരെയും സെറ്റിലേക്ക് കൊണ്ടുവന്നു, ലോഡ്ജിൽ നിന്ന് കൊണ്ടുവന്നു ഒക്കെ നല്ല എക്സ്പെർട്ട് ഡ്രൈവറായ പൾസർ സുനി തന്നെയായിരുന്നു ആ കൊട്ടേഷൻ ഏറ്റെടുത്തത്. പൾസർ സുനിയെ ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് ബാലേന്ദ്രകുമാർ മൊഴി കൊടുത്തിട്ടുണ്ട്. ബാലേന്ദ്രകുമാർ എന്തായാലും കൃത്യമായും സത്യമായിട്ടും മൊഴി കൊടുത്തെന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം 13/12/2024 തിരുവനന്തപുരത്ത് വെച്ച് മരിച്ചു. മരിക്കാൻ അദ്ദേഹം ഡൈയിങ് ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം മരണസമയത്തും അതിന് തൊട്ടു മുമ്പും അദ്ദേഹത്തിന് പ്രതിഭാഗം വക്കീൽ ഓൺലൈനിൽ ക്രോസ് ചെയ്ത ചരിത്രവും ഈ കേസിനകത്തുണ്ടായി. എന്തായാലും 261 സാക്ഷികളെ വിസ്തരിച്ചപ്പം കോടതി ഇനി പരിശോധിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ, അതിന് തെളിവുകളുണ്ടോ, ആ കൊട്ടേഷൻ കൊടുത്ത ദൃശ്യം അത് കോടതിയിലെത്തി. ആ ദൃശ്യം തന്നെയാണോ പ്രതിയായ ദിലീപിൻ്റെ കയ്യിലുള്ള, അങ്ങനെയാണല്ലോ കൊട്ടേഷൻ കൊടുത്തത്, അങ്ങനെയുള്ള എവിഡൻസുകളെല്ലാം വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അത് അവിശ്വസിക്കേണ്ട കാര്യമുള്ള ഡിജിറ്റൽ എവിഡൻസ് വേറെ സാക്ഷികളും ആവശ്യമില്ല. ആ പൾസർ സുനി ഒരു കോൺട്രാക്റ്റ് എടുത്ത് ചെയ്ത ആ പ്രവൃത്തിയുടെ ദൃശ്യം കൊടുത്തെങ്കിൽ അവന് പണം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ ദൃശ്യം ദിലീപിൻ്റെ എത്തി എന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞതിൽ നിന്നും കേസിൻ്റെ എവിഡൻസ് സ്ട്രോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് കുറ്റച്ചാർജ് കൊടുത്തപ്പം അതിൻ്റെ അകത്ത് ഒരു 120B ഗൂഢാലോചന, കാരണം കൃത്യത്തിൽ ദിലീപ് പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് ഗൂഢാലോചനയും അതുപോലെ തന്നെ പൾസർ സുനി അറേഞ്ച് ചെയ്തതെല്ലാം ദിലീപാണ് എന്നുള്ള എവിഡൻസ് വന്നിട്ടുണ്ട്. അത് തന്നെയല്ല 376D ഒരു ഗാങ് റേപ്പ് എന്ന് തന്നെ പറയാം. കാരണം ആ വാഹനത്തിനകത്തുണ്ടായിരുന്ന ഡ്രൈവറും പ്രതികൾ പീഡനത്തിന് ശ്രമിച്ച പൾസർ സുനിയുടെ കൂട്ടുകാരും എല്ലാം പ്രതികളായിട്ടുണ്ട്. ഏകദേശം 9 പ്രതികൾ ഇതിനകത്തുണ്ട്. ദിലീപ് 8ാം പ്രതിയാണ്. 9ാം പ്രതിയും 7ാം പ്രതിയും അപ്രൂവറായി മാറിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഡിജിറ്റൽ എവിഡൻസ് ഈ പീഡനത്തിൻ്റെ റിട്രീവ് എടുത്ത ആൾ അത് തീർച്ചയായിട്ടും അയാളെ കൂടെ പ്രതിയാക്കിയെങ്കിലും അയാൾ അപ്രൂവറായിട്ട് മാറി. അതിന് വലിയ എവിഡൻഷ്യറി വാല്യൂ ഉണ്ട്, കൂട്ടുപ്രതിയാണ്. അത് തന്നെയല്ല, ഇതിനകത്ത് 306 ഈ കേസിൻ്റെ കുറ്റച്ചാർജിനകത്ത് 120B 342 366 376D 561 201 212 34 IPC പ്രകാരമാണ്. കാരണം അന്ന് 2017 കാലത്ത് BNS വന്നില്ല, അതുകൊണ്ട് IPCയിലെ ഒഫൻസ് തന്നെയാണ് കോടതിയിൽ കുറ്റച്ചാർജ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ട്രയലാണ് നടന്നത്. ഏതായാലും 376D ഗാങ് റേപ്പ് വന്നപ്പം ശിക്ഷ പറയുന്നത് 20 വർഷമാണ്, അല്ലെങ്കിൽ ജീവപര്യന്തം കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ആ കൃത്യത്തിന് പങ്കെടുത്ത പ്രതികൾക്കൊക്കെ ജീവപര്യന്തം കൊടുക്കും, അല്ലെങ്കിൽ 20 years ശിക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ മറ്റൊരു 366 കിഡ്നാപ്പിംഗ്, തട്ടിക്കൊണ്ടുപോയി ആ നടിയെ കാറിൽ കയറ്റി ദുരിതശത്തോടെ കാറിൽ കയറ്റി കൊണ്ടുവരുന്ന വഴിക്ക് ആ കാർ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഈ പ്രതികൾ കാറിനുള്ളിൽ കയറി ആ നടിയെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അവർ ഷൂട്ട് ചെയ്തെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു 10 വർഷം വരെ കൊടുക്കാം. എന്തെന്നാലും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാണെന്ന് ഞാൻ കരുതുന്നത്. ദിലീപ് കൃത്യത്തിൽ പങ്കെടുത്തില്ലെങ്കിലും 120B ഗൂഢാലോചനയിലുണ്ട്. ദിലീപിന് വേണ്ടിയിട്ടാണ് ഈ കൃത്യം ചെയ്തതെന്ന് പ്രതി പല സന്ദർഭത്തിലും പൾസർ സുനി പറഞ്ഞിട്ടുണ്ട്. അത് കോടതിയിൽ എവിഡൻസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും കോടതിയെ പറ്റിയും വളരെ മോശമായ അഭിപ്രായങ്ങളുമൊക്കെ എൻ്റെ ഇടയ്ക്ക് പൊന്തി വന്നു. പക്ഷേ അചഞ്ചലമായി കോടതി അവിടെ നിന്നു. ഹൈക്കോടതിയിൽ ആ ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞ
കൊടുത്ത കേസുകളൊന്നും ഹൈക്കോടതി വിലക്കെടുത്തില്ല. അങ്ങനെ പോയാൽ കേരളത്തിലെ എല്ലാ ട്രയൽ നടക്കുന്ന ജില്ലാ ജഡ്ജിമാരുടെ ബെഞ്ചിലും ഇതുപോലുള്ള ആരോപണം കൊണ്ട് അവരെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് ആ ജഡ്ജിയെ മാറ്റിയില്ല. ജഡ്ജി തന്നെ ആരോപണങ്ങളും പ്രത്യാരോപണമൊക്കെ വന്നിട്ടും അചഞ്ചലമായിട്ട് ജഡ്ജി ആ കേസിൻ്റെ ട്രയൽ കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ എവിഡൻസുകളെല്ലാം റെക്കോർഡ് ചെയ്തു. വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് ആ ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കൽ. മാസക്കണക്കിന് അവർ ഊണോ ഉറക്കോ ഒഴിച്ചിട്ടാണ് ആ ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സംശയം വരുമ്പോഴും ആ പ്രതിഭാഗം വക്കീലിനെ വിളിച്ച് ക്ലാരിഫിക്കേഷൻ നടത്തുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അജകുമാറാണ്, തിരുവനന്തപുരത്തുള്ള അജകുമാറാണ് ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് കൂടെ ഈ ബിജു പൗലോസിൻ്റെ ഒപ്പം നിന്നത്. അദ്ദേഹത്തിൻ്റെ സേവനവും വിലപ്പെട്ടതാണ്. അതുപോലെ പ്രതിക്ക് വേണ്ടിയിട്ടും രാമൻപിള്ളയും അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിക്കുന്ന എല്ലാ നിയമപ്രശ്നങ്ങളും കോടതി കൊണ്ടുവന്നു. ഏതായാലും വളരെ ദീർഘമായ 2018 മുതൽ ട്രയൽ അങ്ങ് തുടങ്ങി. ഏകദേശം 7 വർഷത്തോളം ട്രയൽ നീണ്ടു പല കാരണങ്ങൾ കൊണ്ട്. എന്തായാലും ഇപ്പോൾ കോടതി ഡിസംബർ 8 വിധി പ്രസ്താവിക്കുമെന്ന് വാർത്ത വന്നു കഴിഞ്ഞു. ഇതേപ്പറ്റി ധാരാളം ചർച്ചകൾ കേരളത്തിലെ എല്ലാ ചാനലുകളിലും യൂട്യൂബുകളിലൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും അതിനൊരു പര്യവസാനം വരികയാണ്. ഈ കേസിനകത്ത് എൻ്റെ ഒരു ധാരണ, പ്രതികൾക്കെതിരായ ആവശ്യത്തിനുള്ള തെളിവുകൾ കോടതി മുമ്പിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ബിജു പൗലോസും ഹാജരാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നല്ലൊരു ശതമാനം എവിഡൻസുകൾ ഡിജിറ്റൽ എവിഡൻസാണ്. അപ്പോൾ അതിന് സാക്ഷിയൊന്നും വേണ്ട. ഡിജിറ്റൽ എവിഡൻസും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും 1700 രേഖകളും മൊബൈൽ ഫോൺ എവിഡൻസുകളും അങ്ങനെ ധാരാളം എവിഡൻസസ് ഈ കേസിനെ കോടതി കൊണ്ടിട്ടുണ്ട്. സാഹചര്യ തെളിവ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദിലീപ് കൃത്യത്തിന് നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും കൃത്യം ചെയ്യിച്ചത് ദിലീപാണ്, ദിലീപിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ കൃത്യം നടത്തിയതെന്നുള്ള ആ കുറ്റച്ചാർജിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള എവിഡൻസ് വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. തന്നെയല്ല, ഈ കേസിലെ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ട് അത് ദിലീപിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡിമാൻഡാണ്. ഈ കൊട്ടേഷൻ അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് എത്തണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തി എന്ന് ബാലചന്ദ്രകുമാർ പറയുകയും അത് അദ്ദേഹം നേരിട്ട് കാണുകയും ദിലീപിൻ്റെ അവിടുത്തെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സ്ക്രീനിൽ നിന്നുമൊക്കെ എവിഡൻസുകൾ എടുത്തിട്ടുണ്ട്. ആ എടുത്തയാൾ ദിലീപിൻ്റെ എടുത്തയാൾ പിന്നീട് അപ്രൂവറായി മാറിയത് നമുക്കറിയാം. 7ാം പ്രതി അങ്ങനെയാണ് അപ്രൂവറായി മാപ്പുസാക്ഷിയായി മാറുന്നത്. എന്തായാലും പൊതുവെ ഇത് അവലോകനം ചെയ്യുമ്പോൾ പ്രതികളെ എല്ലാവരെയും ശിക്ഷിക്കത്തക്ക രീതിയിലുള്ള എവിഡൻസ് കോടതിയുടെ മുമ്പിലുണ്ട്. കോടതി ആ ജഡ്ജ്മെൻറ്റ് പല സന്ദർഭത്തിലും കോടതിക്ക് ചില സംശയങ്ങൾ വന്നപ്പം പ്രതിഭാഗം വക്കീലിനെ അതുപോലെ ഒപ്പം തന്നെ പ്രോസിക്യൂട്ടറെയും ഒക്കെ വിളിച്ചു വരുത്തി ഈ അടുത്ത ദിവസവും തന്നെ ക്ലാരിഫൈ ചെയ്യുന്ന കണ്ടു. ഏതായാലും വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അറിയിക്കുന്നു. കേസ് ശിക്ഷിക്കുകയോ വിടുകയോ ചെയ്യുന്നത് വേറൊരു പ്രശ്നം. അത് എവിഡൻസസ് മുഴുവൻ അനലൈസ് ചെയ്ത് അത് നിയമപരമായി അത് മുഴുവൻ ഉൾക്കൊണ്ട് ഒരു വിധി പ്രസ്താവിക്കാതിരിക്കാൻ കഴിയില്ല. ബൃഹത്തായ ഒരു ജോലി തന്നെയാണ് മാഡം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.